നൈൽ നദിയുടെ തീരങ്ങളിൽ മണൽക്കാറ്റുകൾ ചരിത്രത്തിന്റെ കഥകൾ വിസ്മയത്തോടെ ചൊല്ലുന്ന ഒരു ഭൂമിയിൽ വെളിച്ചവും ഇരുട്ടും തമ്മിലുള്ള പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അവിടെ ജനിച്ചു ഒരു രാജ്ഞി. സൗന്ദര്യത്തിലും ബുദ്ധിയിലും അതുല്യയായ, രാഷ്ട്രീയത്തിൽ കുതന്ത്രത്തിലും കരുത്തിലും മുന്നിട്ട് നിന്ന ഒരു വനിത. പുരാതന ഈജിപ്തിന്റെ അവസാന ഫറോ ക്ലിയോപാട്ര. BC 69 ജനിച്ച ക്ലിയോപാട്ര ഏഴാമൻ ടോളമി രാജവംശത്തിലെ രാജ്ഞിയായിരുന്നു. ഗ്രീക്ക് വംശജനായിരുന്നെങ്കിലും അവൾ തന്റെ ജനങ്ങളുടെ ഭാഷയായ പുരാതന ഈജിപ്ഷ്യൻ സംസാരിച്ച ആദ്യ ഭരണാധികാരിയായിരുന്നു. രാജ്യത്തിന്റെ അധികാരം പിടിക്കാനായി അവൾ ധൈര്യത്തോടെ റോമിന്റെ ശക്തനായ നേതാവ് ജൂലിയസ് സീസറെ സമീപിക്കുകയും സീസറുമായുള്ള ബന്ധം അവളെ രാഷ്ട്രീയമായും സൈനികമായും ശക്തിപ്പെടുത്തി. എന്നാൽ സീസറിന്റെ മരണശേഷം അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് മറ്റൊരു റോമൻ സേനാനിയായിരുന്നു മാർക്ക് ആന്റണി. ആന്റണിയുമായുള്ള ബന്ധം പ്രണയവും രാഷ്ട്രീയ സഖ്യവും ചേർന്ന് ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ പ്രണയകഥകളിലൊന്നായി. BC 30 ആക്ടിയം യുദ്ധത്തിലെ പരാജയത്തിനു ശേഷം രാജാവും അധികാരവും നഷ്ടപ്പെട്ട ക്ലിയോപാട്ര തന്റെ വിധി തന്റെ കൈകളിൽ പിടിക്കാൻ തീരുമാനിച്ചു. അവൾ വിഷസർപ്പത്തിന്റെ കടിയിലൂടെ ജീവൻ അവസാനിപ്പിച്ചു. അവളുടെ മരണം പുരാതന ഈജിപ്തിന്റെ സ്വതന്ത്ര കാലത്തിന് അറുതിയും റോമൻ അധിനിവേശത്തിന്റെ തുടക്കവുമായി.